ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ പൊളിറ്റിക്സും ദക്ഷിണേന്ത്യൻ പൊളിറ്റിക്സും തമ്മിലുള്ള ഒരു സംഘട്ടനമുണ്ട്. ഇവിടെ എടുക്കുന്ന നിലപാടുകൾ അവിടെ തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം തിരിച്ചും. ഇപ്പോൾ ഈ കൊടി വിവാദം പോലും ഉണ്ടാകുന്നത് അങ്ങനെയാണ്. കോൺഗ്രസ് രാജ്യത്താകമാനം സ്വീകരിക്കുന്ന ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സുഗമമായി അവർക്ക് നീട്ടിക്കൊണ്ടു പോകാനും അതിനുശേഷം ഉത്തരേന്ത്യൻ നറേറ്റീവിലേക്ക് മാറാനും സാധ്യമല്ലേ? അതല്ലേ ഇപ്പോൾ സ്വീകരിക്കുന്ന ലൈൻ? നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയിൽ ജനങ്ങളുടെ പരമാധികാര സഭയിലേക്ക്, ഹൗസ് ഓഫ് ദ പീപ്പിളിലേക്ക് നടക്കുന്നതായി ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം. ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ കേരളം ഉൾപ്പെടെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ അങ്ങനെ ഒറ്റക്കെട്ടായി ഒരേ കൊടിയിൽ, ഇപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരുമിച്ചാണോ? അല്ലല്ലോ. NDAയും അങ്ങനെ അല്ല. ഞാനീ പറഞ്ഞത് പഞ്ചാബിൽ അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ അങ്ങനെയല്ല, അതുപോലെ തന്നെ ഒറീസയിൽ അങ്ങനെയല്ല, മറ്റ് ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ വിഷയമുണ്ട്. ഇന്ത്യയിലെ ഒരു തെരഞ്ഞെടുപ്പിലും അങ്ങനെ വൺ സീറ്റ് വൺ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിലേക്ക് വന്നിട്ടില്ല. ആഭ്യന്തര അടിയന്തരാവസ്ഥ 1975, അത് 77 അതിൻ്റെ ഒരു റിലാക്സേഷൻ വന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ പോലും ഇന്ദിരാഗാന്ധിക്കെതിരായി അത്തരത്തിലൊരു വലിയ ഒരു ജനകീയ ചെറുത്തുനിൽപ്പ് അങ്ങനെ നടക്കുന്ന വേളയിൽ പോലും അതുണ്ടായില്ല. രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള അഴിമതി ആരോപണങ്ങളെല്ലാം വന്നതിന് ശേഷം 1989 തെരഞ്ഞെടുപ്പിലും അങ്ങനെ ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ രാഹുൽ ഗാന്ധിയുടെ, ഞാനിപ്പോൾ ഇത് പറയുന്നത് പ്രൊഫസർ റോണി എന്നോട് അങ്ങനെ കലഹിക്കില്ല എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ പറയുകയാണ്. ഒരു 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 പദപ്രയോഗം ഞാനത് പറഞ്ഞോട്ടെ, ഡിച്ചിങ് അമേത്തി ആൻഡ് റീച്ചിങ് വയനാട് എന്നുള്ളത്. അപ്പോൾ അഡ്വക്കേറ്റ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള BJP-ക്കാർ, അവർ നേതാക്കളെല്ലാം പറയാറ്, വക്താക്കളെല്ലാം പറയാറ്, അമേരിയിൽ നിന്നെല്ലാം അങ്ങനെ അഭയാർത്ഥിയെ പോലെ കേരളത്തിലേക്ക് വന്നു എന്നുള്ളതിലേക്ക് ഞാൻ ആ പദപ്രയോഗം ഉപയോഗിക്കുകയല്ല കേട്ടോ, അവർ അങ്ങനെ പറയുന്നതിൻ്റെ. സഖാവ് പിണറായി വിജയൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് 20-ൽ 18-ഉം UDF വിജയിച്ച കാലത്ത്, അങ്ങനെ അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ശ്രീ രാഹുൽ ഗാന്ധി വന്നപ്പോൾ സഖാവ് പിണറായി വിജയൻ ചോദിച്ചു, ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്? ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത്? ഇവിടെ ഒരു മതനിരപേക്ഷ പാർട്ടി, ഇടതുപക്ഷ മതനിരപേക്ഷ പാർട്ടി, കേരളത്തിൽ പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുമ്പോൾ അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ്, നേരത്തെ പ്രൊഫസർ റോണി തന്നെ പറഞ്ഞതുപോലെ അദ്ദേഹം കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്പർ 1 നേതാവാണ്. ഇനി ആര് പ്രസിഡൻ്റ് ആയിരുന്നാലും ആര് ജനറൽ സെക്രട്ടറി ആയിരുന്നാലും നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു നമ്മൾ ഡിഫാക്റ്റോ ഡിജൂറെ എന്നൊക്കെ ഞങ്ങൾ വക്കീലന്മാരുടെ ഭാഷയിൽ പറയുന്നത് വെച്ചിട്ട്. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സിന് നൽകാൻ കഴിയുന്ന സന്ദേശം അത്തരത്തിലാണോ നൽകാനായി കഴിഞ്ഞത്? ഇപ്പോൾ ഇത് മാത്രമല്ല സീത, ഒരു കാര്യം, ഇപ്പോൾ ആലപ്പുഴയിൽ ശ്രീ ആരിഫിനെതിരായി കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി മത്സരിക്കുന്നു. നിലവിൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാണ്. അപ്പോൾ നിലവിൽ രാജ്യസഭാംഗമായിരിക്കുന്ന ഒരാൾ ഇനി ഒരു മതനിരപേക്ഷ സഖ്യം, കോൺഗ്രസ് കൂടിയുള്ള ഒരു മതനിരപേക്ഷ സഖ്യം, അതിൽ ഒരു പക്ഷേ ഒരാൾക്ക് മന്ത്രിയായാൽ തന്നെ, അത്തരത്തിൽ ദേവഗൗഡ ഒരു ഉദാഹരണമാണ് ഞാനീ പറയുന്നത്, മന്ത്രി ആയാൽ തന്നെ, പ്രധാനമന്ത്രി ആയാൽ പോലും 6 മാസത്തിനുള്ളിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ മതി. എങ്ങനെ ഈ പറയുന്ന ഏതെങ്കിലും ഐദർ എനി ഓഫ് ദ ഹൗസസ്, ഏതാ ഇതിലെ ഈ കൗൺസിൽ ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന രാജ്യസഭയിലോ ഹൗസ് ഓഫ് ദ പീപ്പിളായിട്ടുള്ള ലോക്സഭയിലോ. ഇവിടെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ കോൺഗ്രസ് ഇങ്ങനെയാണോ കാണേണ്ടത്? ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, കഴിഞ്ഞ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പ്, ഇപ്പോൾ ഏതാണ്ട് ഒരു 8 കൊല്ലത്തോളമായി കാണും. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും വാസ്തവത്തിൽ അവിടെ BJP-ക്കെതിരായിട്ടുള്ളൊരു വലിയ വികാരമുണ്ടായിരുന്നു എന്നുള്ളതും, അത് വേണമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമായിരുന്നു. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് അവർക്ക് അതിൻ്റേതായ ഫീഡ്ബാക്ക് കിട്ടിയില്ല, അവർ അത്തരം കാര്യങ്ങളിൽ ഇടപെട്ടില്ല. അതുകൊണ്ട് തന്നെ ആ തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെയായി എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും ഈ വിജയിച്ചതായ തങ്ങളുടെ ഗവൺമെൻറ്റുകൾ അധികാരത്തിൽ വന്ന സംസ്ഥാനങ്ങൾ അത് തട്ടിത്തെറിപ്പിക്കപ്പെട്ടു എന്നുള്ളത്, തട്ടിത്തെറിപ്പിക്കപ്പെട്ടത് അപ്പുറത്ത് BJP അങ്ങനെ ഇതെല്ലാം തട്ടിത്തെറിപ്പിച്ചു എന്ന് മാത്രം പറയേണ്ടതില്ല. സ്വന്തം അണികളിൽ നിന്ന്, സ്വന്തം MLA-മാർ, സ്വന്തം മന്ത്രിമാർ ഉൾപ്പെടെ അത്തരത്തിൽ തങ്ങളുടെ ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി, ഇത് മധ്യപ്രദേശിൽ നമ്മൾ കണ്ടു, ചില വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കണ്ടു, ഗോവയിൽ ഒരു പക്ഷേ ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുമായിരുന്നത് ഓപ്പറേഷൻ മിഡ്നൈറ്റിലൂടെ അത് പോയി. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും, നേരത്തെ കർണാടകയിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുള്ളതിൽ വയനാട്ടിലെ
റോഡ് ഷോ UDF നടത്തി. വയനാട്ടിലെ റോഡ് ഷോ നമ്മളെല്ലാം റോഡ് ഷോ, ഇപ്പോൾ ഞാനും ഒരു സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്, 3 തവണ വിജയിച്ച ഒരാളുമാണ്. 96-ലും 2009-ലും 2014-ലും നമ്മൾ ആ റോഡ് ഷോയിൽ എല്ലാ ഘടകകക്ഷികളുടെയും കൊടികളുണ്ടാവും, പതാകകളുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ എല്ലാം പതിവ് രീതി. എന്തായിരുന്നു വയനാട്ടിലെ അവസ്ഥ? വയനാട്ടിൽ കൊടി, അവിടെ ലീഗിൻ്റെ കൊടി വെച്ചാൽ അത് വടക്കേ ഇന്ത്യയിൽ പ്രശ്നമാണ്. കഴിഞ്ഞ തവണ ഇത് പ്രശ്നമാക്കി BJP എന്നുള്ളത് കൊണ്ട്. അത് BJPയുടെ തന്ത്രമാണ്. BJPയുടെ തന്ത്രത്തെ ഭയപ്പെടുകയാണ്. അപ്പോൾ അവിടെ വാസ്തവത്തിൽ ഫുഡ് സോൾജേഴ്സായി അത്തരത്തിലുള്ള കോൺഗ്രസ്സിന് പ്രവർത്തനം നടത്തേണ്ടുന്ന പ്രധാനപ്പെട്ട ഘടകകക്ഷിയുടെ കൊടി വെച്ചാൽ, പതാക വെച്ചാൽ അപകടമാണ് എന്നുള്ള നിലയിലേക്ക്. അതുകൊണ്ടെന്താ, കോൺഗ്രസിൻ്റെ കൊടിയും വേണ്ടാന്ന് വെച്ചു. ഇപ്പം ഞാനിത് പറഞ്ഞത് വാണി രാജയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അവിടെ റോഡ് ഷോ നടക്കുമ്പോൾ CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബൃന്ദ കാരാട്ട് പറയുകയുണ്ടായി, പച്ചക്കൊടി ഉണ്ടായിരുന്നു, ചുവന്ന കൊടി ഉണ്ടായിരുന്നു, വെള്ളയും ചുവപ്പുള്ള കൊടി ഉണ്ടായിരുന്നു, മറ്റ് പല വർണ്ണങ്ങളിലുള്ള കൊടികളുണ്ടായിരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വിവിധ ഘടകകക്ഷികളുടെ. INL ഞങ്ങളുടെ മുന്നണിയിലെ ആത്മാഭിമാനമുള്ള പാർട്ടിയാണ് എന്ന് പറയുകയുണ്ടായി. ഒന്നും അവിടെ ഈ മറച്ചു വെച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഞങ്ങളെപ്പറ്റി അവിടെ എന്ത് പറയുമെന്നുള്ളത് വെച്ചുകൊണ്ടല്ല. ഇവിടെ വാസ്തവത്തിൽ ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് ഇനിയിപ്പോൾ അത് അമേഠിയിൽ അദ്ദേഹം മത്സരിക്കാതിരിക്കുക, അതെല്ലാം കോൺഗ്രസിൻ്റെ ആഭ്യന്തര വിഷയങ്ങളാണ്. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായ ഒരു പരാമർശവും നടത്താനായി ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ BJPക്കെതിരായിട്ടുള്ള, BJPയുടെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്നുള്ളത് BJP എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എങ്കിലും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ കക്ഷിയല്ലാത്ത RSS ആണ് ഇന്ന് BJPയെ നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമല്ല, BJPയുടെ കുപ്പായം മാത്രമാണുള്ളത്. അതിൻ്റെ ശരീരവും അതിൻ്റെ ജീവനുമെല്ലാം RSS എന്ന ഒരു സംഘടന. അതിൻ്റെ മെമ്പർഷിപ്പ് പോലും കണ്ടെത്താൻ കഴിയില്ല. ആര് എവിടെ എങ്ങനെയെന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്ക് തന്നെ പലപ്പോഴും അത് കൃത്യമായി നേതൃത്വത്തിനല്ലാതെ മറ്റാർക്കും കഴിയില്ല. അത് ലോകത്തിലെ പല രാഷ്ട്രങ്ങളുടെയും ഒരു വർഷത്തെ ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ്. ഇന്ത്യയിലെ മിക്കവാറും എല്ലാ വർഗീയ സംഘടനകളിലും ഒരു ഭാഗത്ത് RSS ഉണ്ടായിരുന്നു. ഇവർക്കെതിരായിട്ടുള്ള നിലപാട് ധീരമായി സ്വീകരിച്ചിട്ടുള്ളത് കേരളമാണ്, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, അതുകൊണ്ടാണ് മധ്യപ്രദേശിലെ ഒരു RSS നേതാവ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ തലയ്ക്ക് 2 കോടി രൂപ വിലയിട്ട് കൊണ്ടുള്ള പ്രഖ്യാപനം പൊതുയോഗത്തിൽ നടത്തിയത്. ഓർമ്മയില്ലേ?